CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും PA മുഹമ്മദ് റിയാസ് MLAയ്ക്കും നിഖിൽ അടക്കമുള്ള CPM നേതാക്കൾക്കും പ്രതിരോധം തീർത്ത് CPM. നേതാക്കൾക്കെതിരായ ED വേട്ടയാടലിൽ ഭയക്കുന്ന പാർട്ടിയല്ല CPM. വിശ്വാസ്യത ഇല്ലാത്ത ഏജൻസിയാണ് ED എന്നും വിചിത്രമായ കാര്യങ്ങളാണ് കേസിൽ നടക്കുന്നതെന്നും CPM പറയുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് കമ്പനി നേരിടട്ടെ എന്നാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് അനീഷ്. ഓണക്കാലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഓണത്തിന്റെ ആശംസകൾ നേരുകയാണ് അനീഷ്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഇപ്പോൾ ഒരുപാട് ED അന്വേഷണം ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഇതാ CPMന്റെ ഭാഗത്തു നിന്നും ഭയക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരിക്കുകയാണ്. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അനീഷ്? ഹാപ്പി ഓണം. എന്തായാലും ഈ ഓണക്കാലത്തും എടുക്കപ്പെട്ട ഒരു വിശദീകരണ യോഗം വിളിച്ച് തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് CPM ഇക്കാര്യത്തിൽ മാറിയിരിക്കുന്നത്. EDയുടെ ദേശീയ തലത്തിൽ പോലുമുള്ള ട്രാക്ക് റെക്കോർഡ് അങ്ങേയറ്റം മോശമാണ് എന്നടക്കമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ദേശീയ നേതാക്കളെ പോലും ദിവസങ്ങളോളം ജയിലിൽ അടച്ചെങ്കിൽ പോലും പിന്നീട് ആ കേസിൽ ഒന്നും നടക്കാതെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. ന്യൂസ് ക്ലിക്കിന്റെ ഉടമയായ ബുർക്കായത്തെ പോലുള്ള ആളുകളെയും ഇതുപോലെ അന്യായമായി കള്ളപ്പണ കേസിന്റെ പേരിൽ ജയിലിൽ അടച്ചെങ്കിലും അവരെ അടക്കം പുറത്തേക്ക് വിടുന്ന നിലപാട് കോടതിയിൽ നിന്നും സ്വീകരിക്കപ്പെട്ടു. കേവലം 5% മാത്രം കേസുകളിലാണ് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ EDക്ക് കഴിയുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തികച്ചും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിലെ പാവ എന്ന രീതിയിലാണ് ഈ ED പ്രവർത്തിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ അതിൽ 95% ഈ പ്രതിപക്ഷത്തുള്ള നേതാക്കളെയും അല്ലെങ്കിൽ അത്തരത്തിലെ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത്. പലയിടങ്ങളിലും ED കേസെടുക്കുന്ന ആളുകൾ പിന്നീട് BJPയിലേക്ക് മാറുന്ന സാഹചര്യമാകുന്നത്. പ്രത്യേകിച്ചും ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ BJP പാളയത്തിലേക്ക് EDയുടെ കേസ് ഭയന്ന് മാത്രം എത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം വിരട്ടലും വിലപേശലും ഒന്നും CPMനോട് നടക്കില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ CMRL ഇടപാട് വീണയുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങിയതെങ്കിൽ പിന്നീട് അത് പാർട്ടിയുടെ ഉന്നതനായ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരിലേക്ക് പിന്നീട് അന്വേഷണം നീങ്ങുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഭരണം നഷ്ടമായ ശേഷം CPM നേതാക്കൾക്കെതിരെ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കരുവന്നൂർ ബാങ്ക് ഇടപാടിലും മറ്റുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ യാതൊരു തെളിവുകളും ഇല്ലാതെ CPM നേതാക്കളെ പ്രതി ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ തന്നെ പാർട്ടിക്കെതിരെ പുകമറ തീർത്ത ഒരു കേസായിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും സംഭവിച്ചത്. പിന്നീട് ആ ലാവ്ലിൻ കേസ് തന്നെ ഒന്നുമല്ലാതായി മാറുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.